ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോഴും വിമാനത്തിലൊക്കെ യാത്ര ചെയ്യാൻ പേടിയുള്ള എത്ര ആളുകളുണ്ട്? എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ചെറുപ്പത്തിലൊക്കെ ഒരു വിമാനം പറന്നു പോകുന്ന സൗണ്ട് കേട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി പോയിട്ട് ഇതൊക്കെ നോക്കിക്കായിരുന്നു. സത്യം പറഞ്ഞ ഇപ്പൊ വിമാനം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 2 ദിവസം മുമ്പുണ്ടായ എയർ ഇന്ത്യയുടെ ആ ഒരു അപകടം ഇപ്പൊ ഭയങ്കരമായിട്ട് ആ പേടി പിന്നെയും കൂട്ടിയെന്ന് വേണം പറയാൻ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇത്രയും പേർക്ക് ആ ജീവൻ നഷ്ടപ്പെടാന്ന് പറഞ്ഞൊരു ന്യൂസ് കേട്ടിട്ട് 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഡിസ്റ്റർബ്ഡ് ആണ്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ വിഷമമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലിയും ഒരു 3 കുട്ടികളായിട്ട് ഒരു സെൽഫി ഇത് കണ്ടായിരുന്നു. ഇത്തിരിയില്ലാത്ത ചെറിയ മക്കള്. അപ്പോൾ അവരുടെ ഒരു മുഖം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു വിഷമം ഭയങ്കരമായിട്ട് വന്നു. അവർ ഹാപ്പിയിൽ അവർക്ക് തിരിച്ചു പോകാന്നുള്ളൊരു മൈൻഡ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു 30-40 സെക്കൻഡിനുള്ളിൽ ആ ഫ്ലൈറ്റ് ക്രാഷ് ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു മൊമെന്റിൽ അവരെങ്ങനെയായിരിക്കും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളൊരു ചിന്ത എനിക്ക് ഭയങ്കരമായിട്ട് മൈൻഡിൽ വന്നു. ആ ടൈമിൽ ആ കുട്ടികളൊക്കെ ഒന്ന് സേഫ് ആകാൻ വേണ്ടിയിട്ട് ആ കുട്ടികളുടെ അച്ഛനമ്മയ്ക്ക് എന്തൊക്കെ ചെയ്ത് കാണുമെന്ന് ഞാൻ ജസ്റ്റ് ആലോചിക്കുന്നു. പക്ഷെ അതിനുള്ള ടൈം പോലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വേറെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതിലൊരാൾ രക്ഷപ്പെട്ടത് അവൻ ഭയങ്കര ലക്കിയാണ്, അവന് ഭയങ്കര ഭാഗ്യമാണെന്നൊക്കെ. മേ ബി ശരിയായിരിക്കും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ലൈഫ് ടൈം മൊത്തം ഈ ഒരു ഇൻസിഡന്റ് ആലോചിച്ചിട്ട് ജീവിക്കേണ്ടി വരും. ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ എല്ലാവരെ പോലെ തന്നെ ആദ്യം കുറ്റം പറഞ്ഞത് എയർ ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡിന് തന്നെയായിരുന്നു. അവരെ ഒരു ഫ്ലൈറ്റുകളെല്ലാം തല്ലിപ്പൊളിയാണ് എന്നുള്ള മൈൻഡിൽ തന്നെയായിരുന്നു. ഈ ഒരു കാര്യത്തിൽ നമുക്കിനി ആരെയും കുറ്റം പറയാനോ അതിനൊന്നും പറ്റില്ല. കാരണം പോവാനുള്ളവരെല്ലാം പോയി. ലൈഫൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി തന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഇത്.